നമസ്കാരം. എൻ്റെ പേര് ദിലീപ് നാരായണൻ. എൻ്റെ പടമാണ് PK ഡയറി. പടം ഒരു ത്രില്ലർ മൂവിയാണ്. നല്ലൊരു സിനിമയാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു ത്രില്ലർ മൂവിയാണ്. ഇത് രണ്ട് കാലഘട്ടങ്ങളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ രണ്ട് തവണ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ഞാൻ ചെയ്തേക്കുന്നത്. ഫൈറ്റ് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തൊരു സിനിമയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വരെ ആരും കാണാത്തൊരു സിനിമയാണ്. അതിൻ്റെ ട്രെയിലർ അവിടെ 1 മില്യൻ്റെ മേലെ കയറിപ്പോയി. അപ്പോൾ ട്രെയിലർ എല്ലാവരും ജനങ്ങളെല്ലാം സ്വീകരിച്ചു. അത് വളരെ സന്തോഷമുണ്ട്. നമുക്ക് അത്രയും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പടം. അപ്പോൾ ഇത്രയും ഒരു സപ്പോർട്ട് പ്രഷർ തരുമ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. നാളെ എൻ്റെ സിനിമ ഇറങ്ങണം. അപ്പോൾ പ്രഷർ എല്ലാവരും കാണാം. അതുപോലെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ജയിപ്പിക്കാനുള്ള ഒരു രീതി ചെയ്യുക. നെഗറ്റീവ് കമൻറ്റ് നോക്കാണ്ട് നല്ല കമൻറ്റ് നോക്കിയിട്ട് പിന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനുള്ള രീതികൾ സിനിമ കണ്ടിട്ട് എന്താണ് ചെയ്യാം. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാണ്ട് സിനിമ കാണാൻ വിജയിപ്പിക്കുക, അതെനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണാൻ. നിങ്ങളുടെ പൈസ പോവില്ല. ഡെഫിനറ്റായിട്ടും പ്രേക്ഷകർക്ക് വേണ്ടുള്ള എല്ലാ രീതികളിലുള്ള സിനിമയിലേക്ക് ഫൈറ്റായാലും പാട്ടായാലും എല്ലാം ഞാൻ ചേർത്തിയിട്ട് നിരാശയായിട്ട് പോകേണ്ടി വരില്ല. അതെനിക്ക് പറയാനുള്ളത്. എൻ്റെ പടം തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ വിധമായിട്ടുണ്ട്. ഇതിൽ അഷ്കർ സൗദാനാണ് ഇതിൻ്റെ നായകൻ, ജയരാഘവൻ. പിന്നെ അതേപോലെ ബാല, റിയാസ് ഖാൻ, പിന്നെ ബിജുകുട്ടൻ, സായികുമാർ, അങ്ങനെ നിരവധി നിരവധി ആർട്ടിസ്റ്റുണ്ട്. പിന്നെ ഹീറോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരജ. പിന്നെ ഏറ്റവും എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷി എന്ന് പറഞ്ഞ തമിഴ് നടി. അത് ഈ സിനിമയിൽ നല്ലൊരു റോള് ചെയ്തേക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു നല്ലൊരു ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് വേണ്ടി പറയാം. നല്ലൊരു ഫൈറ്റ് ഈ സിനിമയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് സാക്ഷി അഗർവാൾ, അവൾ നല്ല വേഷം ചെയ്തു. 2 ഹീറോയിനായിട്ടാണ് നല്ല തെറ്റില്ലാണ്ട് പടം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ക്യാമറമാൻ്റെ അറിഞ്ഞോടാ TC കുമാർ, AK സംഘത്തോഷ്. അതിൻ്റെ കൂടെ ഞാനും കൂടി വന്നപ്പോൾ മൊത്തത്തിൽ ഒരു പടത്തിന് നമ്മൾ അത്രയും ഗംഭീരമായി. പിന്നെ മെൻസി പ്രൊഡക്ഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ മിഞ്ഞാന്ന് ട്രെയിലർ ഇറങ്ങിയത് ഇപ്പോഴും 1 മില്യടിച്ച് മുന്നോട്ട് പോയിട്ട് സ്ക്രിപ്റ്റ് 2 ഘട്ടങ്ങളായിട്ട് ഇത് ഷൂട്ട് ചെയ്തേക്കണം. എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ഒരു നോർമലായിട്ട് ഷൂട്ട് ചെയ്തു. പിന്നത്തെ ഗെറ്റപ്പ് മാറ്റാനായിട്ട് നമുക്ക് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത പോലീസ് സ്റ്റേഷനിൽ വണ്ണം കുറച്ചിട്ടും ആയിട്ടാണ് ഈ നായകന്മാരും എല്ലാ ആർട്ടിസ്റ്റുകളും ആ കഥാപാത്രത്തിന് മാറ്റിയിട്ടാണ് ഇത് രണ്ടാമതും ഷൂട്ടിലേക്ക് വന്നത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റിങ്. ഇത് വെച്ചാൽ സിനിമ നമ്മൾ മറ്റുള്ളവരെ താടി വയ്ക്കില്ല മറ്റ് ഒറിജിനലായിട്ട് 1.5 കൊല്ലം എൻ്റെ പ്രൊഡ്യൂസർ സഹായിച്ചു, ഡിമാൻഡ് ചെയ്തു. അതേപോലെ ആ 1.5 കൊല്ലത്തിൻ്റെ ഗ്യാപ്പിൽ ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളത് വമ്പനായിട്ട് വിജയിച്ചു. എന്താ വർക്കൗട്ട് ചെയ്തു. ആ വർക്കൗട്ടിൽ സിനിമയിൽ കാണിക്കുന്നുണ്ട്. മറ്റുള്ള പോലെ കുറച്ചും തടി കുറച്ചു അതൊന്നല്ല, നല്ല രീതി. അത് കാരണം നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്ത കാരണം നമുക്ക് സിനിമയിൽ അത്രയും നല്ല ഭംഗിയായിട്ട് വരാൻ സാധിച്ചു. ഫസ്റ്റ് സ്റ്റേഡ്യൂൾ കഴിഞ്ഞിട്ട് ഈ മൊത്തം ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേഡ്യൂളിൽ നമുക്ക് ഈ ആർട്ടിസ്റ്റുകളിൽ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സാധനത്തിൻ്റെ ആ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ രണ്ടാമത് ഷൂട്ട് ചെയ്തത്. ഒരുപാട് റിസ്ക് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർട്ടിസ്റ്റുകൾ രണ്ടാമത് വരണം. തടി കുറയ്ക്കൽ, പല രീതികളിലുള്ള നമ്മളെ കഥാപാത്രത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് അധികം അങ്ങനെ വന്നിട്ടില്ല. അത്രയും സ്ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് നമ്മൾ ചെയ്ത് നമുക്ക് അതിൻ്റെ ഔട്ട് കിട്ടിയപ്പോൾ നമ്മൾ ഒരു പൂർണ്ണ നമ്മുടെ രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ പ്രേക്ഷകരും തീരുമാനിക്കുന്നത് അവർ ചെയ്തിട്ട് എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും പൈസ പോയില്ല, അതെല്ലാവർക്കും അയ്യെന്ന് പറയില്ല. അതേപോലെ കുറേ ആൾക്കാർ നമുക്ക് കിട്ടി. പ്രിവ്യൂ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഹാപ്പിയിൽ നിൽക്കണം. അത് ഭയങ്കര രസമായിട്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത്. അതിന് ഈ 2 കാലഘട്ടം നമ്മൾ ഒറിജിനലായിട്ട് നമ്മൾ മേക്കോവറിലും ഇത്തിരി സമയം എടുത്ത് ചെയ്താലും നമുക്കത് സിനിമയിലേക്ക് ഗുണം കിട്ടിയില്ല. അത് ശരി.